ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. അത് ടേസ്റ്റിയായ ബീഫ് വരട്ടിയത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ബീഫ് എങ്ങനെയാ വരട്ടുന്നതെന്ന് നോക്കാം. ഞാനിത് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തുടം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, കറിവേപ്പില, വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി അത് ഒരു 5-10 എണ്ണം ചതച്ചത് ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചത് നമുക്ക് കുക്കറിലൊന്ന് കാറ്റ് കളഞ്ഞെടുക്കണം. വെന്തതിന് ശേഷമാണ് നമ്മൾ മസാല ചേർത്തിട്ട് വീണ്ടും അത് കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബീഫ് അവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് സവോള, ഞാൻ മീഡിയം സൈസ് 2 സവോള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളക് 2-3 എണ്ണം സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി അരിഞ്ഞത് കുറച്ച് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ഇതിൽ വഴറ്റുന്നതിലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ വേവിക്കണയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലും 1/4 ടീസ്പൂൺ ഇടുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മീറ്റ് മസാല ഞാൻ 1.5 ടേബിൾ സ്പൂൺ വേവിക്കണയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. തീ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മസാല അടി പിടിക്കും. എന്നിട്ട് നന്നായി വെളിച്ചെണ്ണ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി, ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ബീഫ് അതിൽ തിരുമ്മി വെച്ചപ്പോൾ അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ സുറുക്ക ഒഴിച്ചിട്ടാണ് അത് തിരുമ്മി വെച്ചത്. അപ്പോൾ നമുക്ക് പുളി അധികം ആവണ്ട. അതുപോലെ തന്നെ സവോള അധികമായിട്ടുണ്ടെങ്കിൽ ഒരു മതിരിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ തക്കാളി നന്നായി വഴറ്റി ഇതിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് നീക്കി വെച്ചിട്ട്, തീ കുറച്ച് വേണം കേട്ടോ. മസാലയൊക്കെ ഇട്ടിട്ട് ഇളക്കി ഇതാക്കുമ്പോൾ അല്ലെങ്കിൽ അത് അടി പിടിക്കും, കരിയും, ടേസ്റ്റേ മാറിപ്പോവും. അത് കുറച്ച് നീക്കി വെച്ചിട്ട് ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യണത്. ഇതിൽ നാളികേരം, ഞാനൊരു അരമുറി തേങ്ങയുടെ കുറച്ച് ഭാഗം ഞാനിത് ചെരുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം. അതുപോലെ കുറച്ച് ഭാഗം ഞാൻ അത് കൊത്താക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലൂടെ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ 5 കാറ്റ് കളഞ്ഞപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടിലേക്ക് ഞാൻ ആദ്യം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് നാളികേരം, ഒരു അരമുറി തേങ്ങ നമുക്ക് നന്നായിട്ട് കട്ടിക്ക് പിഴിഞ്ഞിട്ട് ആ പാല് ചേർത്ത് വെറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബീഫ് ഇട്ട് നന്നായിട്ട്
വരട്ടിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നാളികേരം വറുത്തൊക്കെ ഇട്ട കാരണം പിന്നെ വേറെ നാളികേര പാൽ ഒഴിക്കണില്ല. ഇതിലൊരു കൈപ്പിടി സവോള വറുത്തത്, കുറച്ച് നട്ട്സും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഒക്കെ ചേർത്തത്. അത് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കുറച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കാം, 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ എടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൽ കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരട്ടിയെടുക്കണതിൽ എപ്പോഴും കുരുമുളകാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് കുരുമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണ കാരണം ചുവന്നമുളകിൻ്റെ എരിവ് നമുക്ക് കുറയ്ക്കാൻ വേണമെങ്കിൽ. പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ബീഫ് വേവിച്ച വെള്ളം ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ, നന്നായിട്ട് കട്ടിക്ക് വരുമ്പോൾ നമുക്ക് ബീഫ് വേവിച്ചത് നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ബീഫ് വേവിച്ച വെള്ളം നന്നായിട്ട് കുഴഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് പിന്നെയും ഇത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവസാനമായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് അലങ്കരിച്ച് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ വരും. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ തുടർച്ചയായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.